ഇവിടെ തന്നെ ജീവിക്കാൻ കഴിയോ? ഞങ്ങളുടെ പൗരത്വം ഇവിടെ നിലനിർത്താനാകുമോ? അത്തരമൊരു ആശങ്ക ഒരു രാജ്യത്തിന് ഗുണകരമാണോ? നമ്മുടേതുപോലെ ഒരു രാഷ്ട്രത്തിന് ഗുണകരമാണോ? മതനിരപേക്ഷത നിഷേധിക്കുന്ന സംഘപരിവാറിന്റെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പൗരത്വം ഈ രാജ്യത്തിന്റെ സന്തതിക്ക് ഈ രാജ്യത്തിന്റെ പൗരത്വത്തിന് അവകാശമുണ്ട്. തലമുറകളായി അവർ ഇവിടെ ജീവിക്കുന്നവരാണ്. അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള തടസ്സം സൃഷ്ടിക്കേണ്ട കാര്യമില്ല. പക്ഷേ പൗരത്വം ഒരു പ്രശ്നമായി വന്നില്ലേ? പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യം വന്നില്ലേ? ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, ഒന്ന് സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. പൗരത്വ നിയമ ഭേദഗതിയുടെ ഉദ്ദേശം എന്താണ്? ആ പൗരത്വത്തിൻ്റെ അടിസ്ഥാനം മതമാക്കി മാറ്റാനാണ് ഉദ്ദേശിച്ചത്. പ്രത്യേക മതത്തിൽപ്പെട്ടവർക്ക് പൗരത്വത്തിന് അർഹതയില്ലാതിരിക്കുക. എല്ലാറ്റിലും നേരത്തെ കണ്ട ആ ആഭ്യന്തര ശത്രുവില്ലേ, ആ ആഭ്യന്തര ശത്രുവിൻ്റെ കാഴ്ചപ്പാട് വരുന്നു. എല്ലാം ആ കാഴ്ചപ്പാടനുസരിച്ച് മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തുന്നു, മാറ്റി നിർത്താൻ ഉതകുന്ന നടപടികൾ എടുക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പൗരത്വ നിയമ ഭേദഗതിയെ അതുകൊണ്ട് തന്നെ രാജ്യം ഒറ്റക്കെട്ടായി എതിർത്തു. ശക്തമായ എതിർപ്പാണ് ആ കാര്യത്തിൽ ഉയർന്നു വന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നിരവധി നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിലൂടെ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാനും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ഉണ്ടാക്കാനും എല്ലാമുള്ള നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് നീങ്ങുന്നു. ആ ഘട്ടത്തിൽ കേരളത്തിൽ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന LDF സർക്കാർ പറഞ്ഞു, ഇത്തരത്തിലുള്ള രജിസ്റ്റർ ഒന്നും കേരളത്തിൽ നടപ്പാക്കാൻ തയ്യാറാവില്ല, അംഗീകരിക്കാൻ തയ്യാറാകില്ല എന്ന നിലപാട് തന്നെ അന്ന് സ്വീകരിക്കുന്നതിന് വന്നു. ഇത് നമ്മുടെ രാജ്യത്ത് തുടർച്ചയായി നടപ്പാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം തുടർച്ചയായി SIR വന്നില്ലേ? SIRൽ കണ്ടത് എന്താണ്? SIRന്റെ ഭാഗമായി വൻതോതിലാണ് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. 1000-ഓ 10,000-ഓ അല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ഒരു സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായാൽ ആ ഒഴിവായ ലക്ഷങ്ങൾക്കെല്ലാം പിന്നെ തിരിച്ചു കയറാൻ പറ്റുമോ? അതിൻ്റെ കടമ്പകളെല്ലാം കടന്നുകൊണ്ട് വരാൻ സാധിക്കുമോ? കുറേ പേര് വരും. എന്താ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? കുറേ ലക്ഷങ്ങൾ വരില്ല, കുറേ ലക്ഷങ്ങൾ ഒഴിവായി പോകും. ആ ഒഴിവായി പോയവരെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അതിൽ വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളുണ്ട്, വലിയ തോതിൽ പാവപ്പെട്ടവരുണ്ട്, വലിയ തോതിൽ സ്ത്രീകളുണ്ട്. അങ്ങനെ വോട്ടവകാശം സാധാരണഗതിയിൽ ലഭിക്കേണ്ട നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് വോട്ടവകാശം നിഷേധിക്കുന്ന നില വരുന്നു. വോട്ടവകാശം നിഷേധിക്കൽ മാത്രമല്ല, പിന്നീട് അതിൻ്റെ ഭാഗമായി സാധാരണ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്നു. പാസ്പോർട്ടിന് അവകാശം ഉണ്ടാകില്ല എന്ന നിലപാടൊരിക്കലെടുത്തു. ഇവിടെ ഒരു പ്രത്യേക കാര്യം നാം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സുപ്രീം കോടതി അതീവ ഗൗരവമായൊരു ഇടപെടൽ ഈ അടുത്ത കാലത്ത് നടത്തി. ആസാമില് ഒരു വിദേശ ട്രൈബ്യൂണലുണ്ട്. ആസാമിലെ ജനങ്ങളിൽ വിദേശ പൗരന്മാരാണോ എന്ന് തീരുമാനിക്കാനില്ല ട്രിബ്യൂണല്. ആ ട്രിബ്യൂണല് ആസാമിലെ ആളുകളെ കുറേ പേരെ നിങ്ങൾ ഈ രാജ്യത്തെ പൗരരല്ല എന്ന് തീരുമാനിച്ചു, അവർ വിദേശികളാണെന്ന് തീരുമാനിച്ചു. അപ്പൊ അവര് തലമുറകളായിട്ട് ഇവിടെ ജീവിക്കുന്നവരാണ്. അവർ കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി പറഞ്ഞു, ഇത് അങ്ങേയറ്റം തെറ്റായ നിലപാടാണ്, ഇത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. പൗരത്വം ഈ തരത്തിൽ ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല. അവർ ഇന്ത്യയുടെ പൗരരാണ്. ഈ തീരുമാനം തിരുത്തേണ്ടതാണ്. അങ്ങനെയൊരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നത് ഏറ്റവും ആശ്വാസകരമായ ഒന്നായി.
പക്ഷേ എത്രമാത്രം അപകടകരമായ രീതിയിലാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് കാണേണ്ടത്. നമ്മുടെ രാജ്യത്ത് ഒരു വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽ വലിയ തോതിലുള്ള ആശങ്ക, ഇവിടെ തന്നെ ജീവിക്കാൻ കഴിയോ, ഞങ്ങളുടെ പൗരത്വം ഇവിടെ നിലനിർത്താനാകുമോ, അത്തരമൊരാശങ്ക ഒരു രാജ്യത്തിന് ഗുണകരമാണോ? നമ്മുടേതുപോലെ ഒരു രാഷ്ട്രത്തിന് ഗുണകരമാണോ? മതനിരപേക്ഷത നിഷേധിക്കുന്ന സംഘപരിവാറിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഇത് വലിയ തോതിൽ ശക്തമായ നടപടികളിലേക്ക് ഓരോ ദിവസം കഴിയും തോറും കടന്നു വരുന്നു എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. മതനിരപേക്ഷത തകർക്കുന്നതല്ല മറ്റ് നടപടികളും വലിയ തോതിൽ സ്വീകരിച്ചു പോകുന്നുണ്ട്. ഏതെല്ലാം പ്രത്യേകതയാണ് നടപടികൾ വരികയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ മുന്നിൽ ഒരു തുരുത്തായിട്ടാണ് കേരളം നിന്നിരുന്നത്. എല്ലാറ്റിനെയും പ്രതിരോധിച്ചുകൊണ്ട് കേരളം നിൽക്കുകയായിരുന്നു. തെറ്റായ ഏത് കാര്യം സംഭവിച്ചാലും അതിനെതിരെ ശക്തമായ പ്രതികരണം കേരളത്തിൽ ഉയർന്നു വന്നിരുന്നു. ചില കാര്യങ്ങളിൽ ഗവൺമെൻറ് തീരുമാനമെടുത്തിരുന്നു, ചില കാര്യങ്ങളിൽ നിയമസഭ പ്രമേയം അംഗീകരിച്ചിരുന്നു, ചില കാര്യങ്ങളിൽ കേരള ഗവൺമെൻറ് തന്നെ ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി അടക്കം സമീപിച്ചിരുന്നു. അങ്ങനെ നിയമപരമായും നമ്മുടെ ജനാധിപത്യ വേദികൾ ഉപയോഗിച്ചും എല്ലാം അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികളാണ് കേരളം സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പൗരത്വത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ ആരും ആശങ്കപ്പെടേണ്ടതില്ല, ഇവിടെ ആരുടെയും പൗരത്വം നഷ്ടപ്പെടില്ല എന്ന് പറയാൻ കേരളത്തിന് കഴിഞ്ഞു. അതിൽ വലിയ തോതിലുള്ള ആശ്വാസം, ആ പറഞ്ഞതിലുള്ള വിശ്വാസം നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ അതല്ല കേരളത്തിന് പുറത്തുണ്ടായ സ്ഥിതി.